ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയ ബിരിയാണി ഫുള്ള് ബാലൻസാണ്. കണ്ടോ, ആകെ വിറ്റതെന്ന് പറഞ്ഞാൽ 20 ബിരിയാണിയാണ് വിറ്റത്. 150 ബിരിയാണിയും 20 ഊണും കൊണ്ട് ഞാനിവിടുന്ന് പോയതാണ്. ആകെ വിറ്റത് 20 ബിരിയാണി മാത്രമാണ്. ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. കച്ചവടം തുടങ്ങിയപ്പോൾ മുതൽ ഓരോ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? നല്ല രീതിയിൽ സന്തോഷത്തോടെ കച്ചവടമൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒരു കച്ചവടം പോലും സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ പോയി പരാതി വരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് എതിരെ എടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ സാധനം എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ. ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പിറക്കിയും കുടുക്ക വരെ പൊട്ടിച്ചാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത്. എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇന്ന്. നോക്ക്, ഇത്ര ബിരിയാണിയും ഈ ഊണും എല്ലാം ബാലൻസ് ആണ്. കേട്ടോ, ആരോടും പോയി പറയാനും ആരുമില്ല. ഞങ്ങൾക്കൊന്നും ആരും ഞങ്ങളുടെ ഒന്നും അഭിപ്രായം കേൾക്കാനും ഇല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോയത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. സമൂഹത്ത് അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കാൻ പിന്നെ സമ്മതിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? രാത്രി കാലങ്ങളിൽ തെരുവിലും അതുപോലെ ട്രെയിനിൽ കയറി പിശ ചോദിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ചോദിക്കില്ല ജോലി എടുത്ത് ജീവിച്ചുകൂടേത്? അന്തസ്സിന് ജോലി എടുത്ത് ജീവിക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. ഒത്തിരി സങ്കടമുണ്ട്. കാരണം നാളെ മുതൽ എനിക്ക് ഇനി കച്ചവടത്തിന് ഇറക്കാൻ പറ്റില്ല. പറയേണ്ടവരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 2 ദിവസമായി പരാതി കൊടുക്കുന്നു. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ബിരിയാണി വിറ്റ് തരാൻ പറ്റുമോ എന്ന് കേസായി ചോദിച്ചത്. ഇന്ന് കഴിഞ്ഞ ദിവസം അവിടെ വഴക്കുണ്ടായി. അതിനു മുമ്പാണ് അവർ ഫുഡ് ഇൻസ്പെക്ടർ ആന്നൊക്കെ പറഞ്ഞ് അമീൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് ഞങ്ങളെ ഒരുപാട് ഭീഷണിപ്പെടുത്തും. അതും ഇതൊക്കെ ചെയ്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടക്കം ലൈസൻസ് അടക്കം എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കച്ചവടം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളിൽ എത്തണം, എല്ലാവരും കാണണം എന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഞങ്ങളൊക്കെ ജീവിക്കാൻ ഇറങ്ങി തുനിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാന്ന് സമൂഹം അറിയണം എല്ലാവരും. അത്ര സങ്കടം വിഷമമുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരുന്നു ഇന്ന്. ഞാൻ അവിടെ പോയി സാറിനോട് കാല് പിടിച്ച് പറഞ്ഞ്, സാർ എങ്ങനെ സംഭവമാണ്, എന്താ ചെയ്യേണ്ടത് സാർ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഈ പാലസ് പോലീസ് സ്റ്റേഷൻ രാവിലെ പോയതാ. അവർ പറഞ്ഞ് പറ്റൂല, വൈകുന്നേരം വല്ല വരാത്. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സാർ ഇത്ര ബിരിയാണിയൊക്കെ ബാലൻസ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന്. ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വന്ന് വിറ്റ് തരാൻ പറ്റൂലല്ലോ. എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ആണും പെണ്ണും കെട്ടതാണെന്നും പറഞ്ഞ് കളിയാക്കലും പരിഹാസവും ഒക്കെ ആയിരുന്നു. ആരോട് പോയി പറയാൻ? ഞങ്ങൾ 4-5 ട്രാൻസ്ജെൻഡേഴ്സ് ഇതും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ